എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോൾ നാരായണീയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദശകങ്ങൾ പൂർത്തിയാക്കിയിട്ട് മൂന്നാമത്തെ ദശകമാണ്. മൂന്നാമത്തെ ദശകം എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ പ്രാർത്ഥന, ഭക്തി പ്രാർത്ഥന എന്ന പേരിൽ ഉള്ള ഒരു ഭാഗം ആണ്. അവിടെ ഈ ഭക്തിയുടെ പ്രാധാന്യവും ഒക്കെ ആണ് ഇതിൻ്റെ അകത്ത് ഭക്തന്മാരുടെ സ്വഭാവം. ഏതൊക്കെ തരത്തിലായാലാണ് ഭക്തി ഉണ്ടാവുക? ഭഗവാന്റെ ഭക്തി ഉണ്ടെങ്കിൽ ഒന്നും സാധ്യമല്ലാതെ വരില്ല. പിന്നെ ആരൊക്കെയാണ് ചില ഭക്തന്മാരായിട്ട് മുമ്പുണ്ടായിരുന്നത്? അതായത് നാരദൻ തുടങ്ങിയിട്ടുള്ള പല ഭക്തന്മാരെ പറ്റി പറഞ്ഞു. അപ്പോ ഇവരൊക്കെ ഭക്തി കൊണ്ട് നടക്കുന്നവരാണ്, ആ ഭഗവാനെ തൻ്റെ ഉള്ളിൽ എപ്പോഴും കൊണ്ടു നടക്കുന്നവരാണ് എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 4 ശ്ലോകങ്ങളിലായിട്ട്. ഇനി 5ാമത്തെ ശ്ലോകമാണ് നമുക്കൊന്ന് നോക്കേണ്ടത്. അതൊന്ന് എല്ലാവരും കാണാൻ പാകത്തിനാക്കാം. ഭവദ്ഭക്തി സ്ഥീതാ ഭവതു മമ സായേവ പ്രശമയേദശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണികാ ന ചേത് വ്യാസസ്യോക്തി തവ ച വചനം നൈഗമവച ഭവേത് മിഥ്യാ രഥ്യാ പുരുഷവചനപ്രായം അഖിലം. 5ാമത്തെ ശ്ലോകമാണ്. പദം മുറിക്കുമ്പോൾ ഭവദ്ഭക്തി സ്ഥീതാ ഭവതു മമ സാ ഏവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണികാ ന ചേത് വ്യാസസ്യ ഉക്തി തവ ച വചനം നൈഗമവച ഭവേത് മിഥ്യാ രഥ്യാപുരുഷവചനപ്രായം അഖിലം. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അവിടെ ഭവദ്ഭക്തി ആദ്യം നമുക്കൊന്ന് ചൊല്ലാൻ പഠിക്കാം. ഭ അക്ഷരങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഭ അക്ഷരാണ്. ഭവത് ഭ ഘോഷാക്ഷരാണ്. ഭവത് ഭക്തി വിസർഗം. ഭവത് ഭക്തി ഭവത് ഭക്തി. അടുത്തത് സ്ഥീത എന്നാണ്. സ്ഫീ സ് ഹ് ഈ ആണ്. അവിടെ ഭ എന്നുള്ളത് അധികരം ആയിട്ടുള്ള സ്ഫീ, അങ്ങനെയാണ് വരിക. സ്ഥീത ഭവതു മമ സാ ഏവ. അത് കൂടി വരുമ്പോഴാണ് സൈവ എന്നാവുക. പ്രശമയേത് അതിൻ്റെ കൂടെ അവിടെ പ്ര എന്നുള്ളത് സൈവ
സൈവ പ്ര എന്ന് ചെല്ലിയാ പോരാ. സൈവ പ്രശമയേത് അങ്ങനെ തന്നെ ചെല്ലണം. പ്രശമയേത് അശേഷ അവിടെ കൂടി വരുമ്പോൾ പ്രശമയേദശേഷ എന്നാവും. പ്രശമയേദശേഷ ക്ലേ ശൗ ഘം. ഘ എന്നുള്ളത് ഘോഷാക്ഷരാണ്. പ്രശമയേദശേഷ ക്ലേശൗഘം. പിന്നെ ന ഖലു. ഖ എന്നുള്ളത് അധികരം. ന ഖലു. പിന്നെ ഹൃദി സന്ദേഹ കണിക. സന്ദേഹ കണിക. ന ചേത്. ചേത് വ്യാസസ്യ. അപ്പൊ അവിടെ കൂടി വരുമ്പോൾ ചേത് വ്യ. വ്യാ കൂടുമ്പോ ദ്വ്യാന്നാവും. ന ചേദ്വ്യാസസ്യ. പിന്നെ ഉക്തി. വ്യാസസ്യ ഉക്തി കൂടി വരുമ്പോ വ്യാസസ്യോക്തി എന്നാവും. ന ചേദ്വ്യാസസ്യോക്തി. പിന്നെ തവ. അവിടെ ഉക്തി എന്നുള്ള വിസർഗം സകാരായിട്ട് തവ. അപ്പൊ സ്തവ എന്നാവും. ന ചേദ്വ്യാസസ്യോക്തിസ്തവ. പിന്നെ ച. പിന്നെ വചനം. പിന്നെ നൈഗമവച. നൈഗമവച. അവിടെ വിസർഗം ഓകാരായിട്ട് നൈഗമവചോ എന്നാവും. പിന്നെ ഭവേത് മിഥ്യ. ഭ ഘോഷാക്ഷരം. ഭവേത് മീ. ത് മീ. അവിടെ ത് എന്നുള്ളത് ന് എന്നാവും. ഭവേന് മിഥ്യ. ഭവേൻ മിഥ്യ. അവിടെ ഥ്യ എന്നുള്ള ധകാരം അധികരാണ്. മിഥ്യ. പിന്നെ രഥ്യ. അവിടെ അതെ ഥ്യ. അത് ആ ധകാരവും അധികരമാണ്. രഥ്യ പുരുഷ വചന പ്രായം. പ്രായം. അടുത്തത് അഖിലം. പ്രായം അഖിലം. പ്രായമഖിലം. ഖി എന്നുള്ളത് അധികരമാണ്. പ്രായമഖിലം. ഇങ്ങനെയാണ് അക്ഷരങ്ങൾ വരുന്നത്. ചൊല്ലി ശീലിക്കാം. ഭവത് ഭക്തി സ്ഫീതാ ഭവതു മമ. ഭവത് ഭക്തി സ്ഫീതാ ഭവതു മമ. ഭവത് ഭക്തി സ്ഫീതാ ഭവതു മമ. സൈവ പ്രശമയേദശേഷ. സൈവ പ്രശമയേത്. സൈവ പ്രശമയേത്. സൈവ പ്രശമയേത്. ഭവത് ഭക്തി സ്ഫീതാ ഭവതു മമ. സൈവ പ്രശമയേത്. അശേഷക്ലേശൗഘം. ന ഖലു ഹൃദി സന്ദേഹകണിക. ന ഖലു ഹൃദി സന്ദേഹകണിക. അശേഷക്ലേശൗഘം. ന ഖലു ഹൃദി സന്ദേഹകണിക. അശേഷക്ലേശൗഘം. ന ഖലു ഹൃദി സന്ദേഹകണിക. ന ചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം.
നൈഗമവചോ നചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈഗമവചോ നചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈഗമവചോ ഭവേന്മിഥ്യാ രഥ്യാ പുരുഷവചനപ്രായമഖിലം ഭവേന്മിഥ്യാ രഥ്യാ പുരുഷവചനപ്രായമഖിലം ഭവേന്മിഥ്യാ രഥ്യാ പുരുഷവചനപ്രായമഖിലം. ഭവദ്ഭക്തിസ്ഫീതാ ഭവതു മമ സൈവ പ്രശമയേദശേഷക്ലേശൗഘം. ന ഖലു ഹൃദി സന്ദേഹകണികാ ന ചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈഗമവചോ ഭവേന്മിഥ്യാ രഥ്യാ പുരുഷവചനപ്രായമഖിലം. അപ്പൊ അവിടെ അർത്ഥം നോക്കാം. മമ ഭവദ്ഭക്തി സ്ഫീതാ ഭവതു. മമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ളതായിട്ടുള്ള ഭവദ്ഭക്തി, എനിക്ക് അങ്ങയോടുള്ള ഭക്തി ഉണ്ട്. ഭവദ്ഭക്തി എനിക്കുണ്ട്. ആ എനിക്ക് അങ്ങയോടുള്ളതായിട്ടുള്ള ഭക്തി സ്ഫീതാ ഭവതു, സ്ഫീതയായിട്ട് ഭവിക്കട്ടെ, വർദ്ധിച്ചു വരട്ടെ എന്നർത്ഥം. അത് വർദ്ധിച്ചു വരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. സായേവ അശേഷക്ലേശൗഘം പ്രശമയേത്. സാ ഏവ എന്ന് പറഞ്ഞാല് അത് തന്നെ, അതായത് ഈ ഭക്തി ഇങ്ങനെ വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ, ആ ഭക്തി തന്നെ എന്ത് ചെയ്യും? അശേഷക്ലേശൗഘം പ്രശമയേത്. അത് ആ ഭക്തി ഉണ്ടെങ്കിൽ, അത് വർദ്ധിച്ചു വന്നാൽ എല്ലാ അശേഷമായിട്ടുള്ള ഔഘം, ക്ലേശൗഘത്തെയും, ക്ലേശം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകള്, സങ്കടങ്ങള്, അതിന്റെ ഔഘം, കൂട്ടം, എല്ലാ സങ്കടങ്ങളെയും പ്രശമയേത്, ശമിപ്പിക്കും. ഈ ഭക്തി ഉണ്ടെങ്കിൽ, ആ ഭക്തി ഇങ്ങനെ വർദ്ധിച്ചു വന്നാൽ, ഭക്തി ഉണ്ടെങ്കിൽ തന്നെ ഈ ക്ലേശങ്ങൾ മുഴുവൻ നശിക്കും. അപ്പൊ ഈ എനിക്കുള്ളതായ ഭക്തി വർദ്ധിച്ചു വരട്ടെ. ആ ഭക്തി എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ തീർക്കും എന്നുള്ള ഒരു ഉറപ്പാണ് പറയുന്നത്. അത് സംശയമില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അശേഷക്ലേശൗഘം പ്രശമയേത്. ഹൃദി സന്ദേഹകണിക ന ഖലു. ഹൃദി എന്ന് പറഞ്ഞാൽ ഹൃദയത്തില്, സന്ദേഹം, സംശയം, സന്ദേഹകണിക, സംശയത്തിന്റെ ഒരു കുറച്ച് എങ്കിലും, സന്ദേഹകണിക, കുറച്ച് സംശയം ഉണ്ടോ? ന ഖലു, ഇല്ല. എൻ്റെ ഹൃദയത്തില് സംശയം ലവലേശമില്ല, സംശയത്തിന്റെ
ഒരു തരിമ്പ് പോലും ഇല്ല എന്നൊക്കെ പറയില്ലേ, അതേപോലെ സംശയം വളരെ കുറച്ചു പോലും എനിക്കില്ല. അതിന്റെ കാരണം എന്താണ്? എന്നാ ചെയ്യത് സംശയം ഇല്ല എന്ന് പറഞ്ഞു, എന്നാ ചെയ്യത് ഇനിയിപ്പോ സംശയം ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോ അങ്ങനെ ഉണ്ടാവാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താണ്? ഇല്ലെങ്കിൽ നചേത് വ്യാസസ്യ ഉക്തി, വ്യാസന്റെ ഉക്തി, വ്യാസൻ പറഞ്ഞ കാര്യങ്ങള്, തവ വചനം, അങ്ങയുടെ വാക്ക്, നൈഗമവച, നിഗമങ്ങളിലൊക്കെ പറഞ്ഞതായിട്ടുള്ള വാക്കുകള്, ച അഖിലം, ഇങ്ങനെയുള്ള എല്ലാം, അത് മുഴുവൻ എന്തുപോലെ ആയിത്തീരും? രഥ്യാപുരുഷവചനപ്രായം മിഥ്യാഭവേത്. രഥ്യാപുരുഷന്മാരുടെ വചനം എന്നതുപോലെ മിഥ്യയായിട്ട് ഭവിക്കുമല്ലോ എന്ന്. അതായത് ഇപ്പൊ പറഞ്ഞതിന്റെ ഉദ്ദേശം, എൻ്റെ ഉള്ളില് ഭക്തി വർദ്ധിച്ചു വരട്ടെ, ആ ഭക്തി കൊണ്ട് എൻ്റെ എല്ലാ സങ്കടങ്ങളും തീരും, അതിലെനിക്ക് സംശയമില്ല. ഇനി അങ്ങനെയല്ല എന്ന് വിചാരിക്കാം, എൻ്റെ ഉള്ളിൽ ഭക്തി ധാരാളം ഉണ്ട്, എന്നിട്ടും എൻ്റെ സങ്കടങ്ങൾ തീരുന്നില്ല എങ്കിൽ വ്യാസൻ പറഞ്ഞത് വെറുതെയാണ്. വ്യാസൻ പല പല കാര്യങ്ങളും പല പുരാണങ്ങളിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മുഴുവൻ തെറ്റാണ്. ഭഗവാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതും തെറ്റാണ്. ഈ ആഗമങ്ങളിലും നിഗമങ്ങളിലും ഒക്കെ വേദങ്ങളിലൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതും തെറ്റാണ്. അത് ആരുടെ വാക്കുപോലെ ആയി മാറും? അപ്പോഴ് രഥ്യാപുരുഷന്മാരുടെ, രഥ്യ എന്ന് പറഞ്ഞാല് രഥം പോകുന്ന വഴിയാണ് രഥ്യ, രഥം പോകുന്ന വഴി, രഥം പോകുന്ന സ്ഥലം. അപ്പോ സാധാരണ പെരുവഴി എന്നർത്ഥം. പെരുവഴി, വലിയ വഴി കൂടിയാണല്ലോ രഥം പോവുക. അപ്പൊ പെരുവഴി, ആ പെരുവഴിയിൽ എന്ന് പറഞ്ഞാൽ ധാരാളം ആൾക്കാരുണ്ടാവും. ആ പെരുവഴിയിലുള്ളതായിട്ടുള്ള ചില ആൾക്കാർ, അവരിങ്ങനെ പെരുവഴിയിലുള്ള ആൾക്കാർക്ക് ഇന്നതാണ് പറയുക എന്നൊന്നുമില്ലല്ലോ. അവരിങ്ങനെ തോന്നുന്നതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്ന കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ പെരുവഴിയിൽ വെച്ച് ആരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത് പോലെയായി മാറും. ഇത് ശരിയായിട്ടില്ലെങ്കിൽ എന്നർത്ഥം. എനിക്ക് ഭക്തി ഉണ്ടായിട്ടും ആ ഭക്തി വർദ്ധിച്ചു വന്നിട്ടും എൻ്റെ ദുഃഖങ്ങൾ തീരുന്നില്ല എങ്കിൽ അത് വ്യാസന്റെ വാക്കുകളും ഭഗവാന്റെ വാക്കുകളും വേദങ്ങളിൽ പറഞ്ഞ വാക്കുകളും ഒക്കെ വെറുതെയായി തീരും. ഏതുപോലെ? പെരുവഴിയിലുള്ള തെണ്ടി നടക്കുന്ന ചില ആൾക്കാര് പറയുന്ന വാക്ക് പോലെ അതിന് തുല്യമായി മാറില്ലേ എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം അതുപോലെ ആയി മാറും എന്നുള്ള ഉദ്ദേശത്തിലല്ല. അതുകൊണ്ട് അതുപോലെയൊന്നും ആയി മാറില്ല. വ്യാസന്റെ വാക്കുകളും വെറുതെ ആവില്ല, ഭഗവാന്റെ വാക്കുകളും വേദങ്ങളിൽ പറഞ്ഞ വാക്കുകളും ഒന്നും വെറുതെ ആവില്ല. ഇക്കാര്യം ഉറപ്പാണ് എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഉപമയും കൂടി പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഇല്ലാതെ അദ്ദേഹത്തിന് ഉറപ്പില്ലാത്തത് കൊണ്ടല്ല പറഞ്ഞത്. ഇത്രയൊക്കെ എൻ്റെ ഭക്തി വർദ്ധിച്ചിട്ടും ഈ ദുഃഖം മാറുന്നില്ലെങ്കിൽ ഉള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. മാറും എന്ന് എനിക്ക് ഉറപ്പാണ്, അത് മാറുന്നില്ലെങ്കിൽ എന്ന് വേറൊരു വാക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള ഒരു സാഹചര്യം ഇല്ല, അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ആ കാര്യത്തിലേക്ക് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോ അതിനുള്ള ഇടയില്ല. ഭക്തി വർദ്ധിച്ചാൽ ഒരു സംശയമില്ല, ദുഃഖങ്ങൾ മുഴുവൻ തീരും. വ്യാസന്റെ വാക്കുകള്, ഭഗവാന്റെ വാക്കുകള്, വേദങ്ങളിൽ പറഞ്ഞ വാക്കുകൾ, ഇതൊക്കെ മിഥ്യ ആയിട്ട് ഭവിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം. ഭവദ്ഭക്തിസ്ഥിതാ ഭവതു മമ സൈവ പ്രശമയേദശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണികാ ന ചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈഗമവചോ
ഹവേന്മിഥ്യാരഥ്യാ പുരുഷവചന പ്രായമഖിലം. അതിൻ്റെ കുറെ ഉദാഹരണങ്ങൾ ഒക്കെ ഇതിനു മുമ്പ് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. ഭഗവാൻ ഉണ്ടാക്കിയതായിട്ടുള്ള വേദവ്യാസൻ, ഭാഗവതം, ഭക്തി, ഭഗവാനിലുള്ള ഭക്തിയോഗം, അത് എല്ലാ അനർത്ഥങ്ങളെയും നശിപ്പിക്കുന്നതാണ് എന്ന് അറിയാത്ത ലോകത്തിന് വേണ്ടിയിട്ടാണ് വേദവ്യാസൻ ഭാഗവതത്തെ ഉണ്ടാക്കിയത്. അതുപോലെ അതായത് അനർത്ഥോപശമം സാക്ഷാത് ഭക്തിയോഗമധോക്ഷജേ ലോകസ്യാജാനതോ വിദ്വാംസക്രേ സത്വത സംഹിതാം യസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപുരുഷേ ഭക്തിരുത്പദ്യതേ പുംസ ശോകമോഹ ഭയാപഹ. ഈ ഭാഗവതം കേൾക്കുന്ന സമയത്ത് ഈ ശ്രീകൃഷ്ണനില് ഓരോരുത്തർക്കും ഉണ്ടാവുന്നതായ, മനുഷ്യനൊക്കെ ഉണ്ടാവുന്നതായ ഭക്തി ധാരാളമായിട്ടുണ്ടാവുന്നു. അത് ശോകത്തെയും മോഹത്തെയും ഭയത്തെയൊക്കെ ഇല്ലാണ്ടാക്കുന്നു. അതുപോലെ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംബരം. ആ യാതൊരു ആളുടെ യസ്യ നാമസങ്കീർത്തനം, യാതൊരാളുടെ നാമസങ്കീർത്തനമാണോ എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നത്. പ്രണാമം എന്ന് പറഞ്ഞാൽ തന്നെ ദുഃഖശമനമാണ്. അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ആ ഹരിയെ നമിക്കുന്നു. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വരാ വഹാമ്യഹം. അനന്യാ ചിന്തയന്തോ, ആരാണോ മറ്റൊരു വാക്കുകളെയും ചിന്തിക്കാതെ, മറ്റൊരു ചിന്തകളുമില്ലാതെ എന്നെ നിരന്തരം ചിന്തിക്കുന്നത്, സേവിക്കുന്നത്. അപ്പോ പിന്നെ നിത്യം ഉദ്യമശാലികളായിട്ടുള്ള അവർക്ക്, എപ്പോഴും അവർ നിത്യാഭിയുക്താനാം, എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവർക്ക് യോഗക്ഷേമം വഹാമേ, അവർക്ക് ഞാൻ യോഗക്ഷേമത്തെ ഉണ്ടാക്കും. തമുസ്തോതാരപൂർവ്യം യഥാവിധ ഋതസ്യ ഗർഭഞ്ജനുഷാ വിവർത്തന ആസ്യ ജാനന്തോ നാമ ചിദ്വിഭക്തന മഹസ്തേ വിഷ്ണോ സുമതിം ഭജാമഹേ. ഇതൊക്കെ അതിനുള്ള ഓരോരോ ഉദാഹരണമായിട്ടുള്ള ചില, ഈ നാരായണീയത്തിലുള്ളതല്ലാത്ത ചിലത് ഇതിൽ പറഞ്ഞതാണ്. അതാണ് അതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ സ്തുതിശീലന്മാരായിട്ടുള്ള കവികളെ, അതുപോലെ തന്നെ പുരാതനമായ വേദസാരത്തെ നിങ്ങളൊക്കെ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത്, അതേപോലെ തന്നെ ആ അവതാര കഥ അതിനെക്കൊണ്ട് സ്തുതിക്കൂ. ഭഗവാന്റെ നാമങ്ങള് വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ട് കീർത്തിക്കൂ. വിഷ്ണു ഭഗവാനെ ഞങ്ങള് അവിടുത്തെ ആ തത്വത്തെ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് ഞങ്ങൾ ഭജിക്കാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ കുറെ വചനങ്ങളുണ്ട്. അതൊക്കെ ഗുണമായിട്ടുള്ള കഥകളെ കീർത്തിക്കുന്നതും, നാമങ്ങളെ കീർത്തിക്കുക, തത്വജ്ഞാനത്തിന് കാരണമാവുക, അതുവഴി ആനന്ദത്തിന് കാരണമാവുക, ഇങ്ങനെയൊക്കെയുള്ളതാണ് എന്നാണ് പറഞ്ഞത്. 5 കഴിഞ്ഞിട്ട് ഇനി 6ാമത്തെ ശ്ലോകമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഭവദ്ഭക്തി താവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേദഖില പരിതാപപ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമതഃ പ്രാർത്ഥ്യമപരം. പദം മുറിക്കുമ്പോൾ ഭവദ്ഭക്തി താവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാത് കിമപി ആരൂഢാ ചേത് അഖില പരിതാപപ്രശമനീ പുനഃ ച അന്തേ സ്വാന്തേ സ്വാമി
വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ഒറ്റപ്പതാണ്. വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിം അതഃ പ്രാർത്ഥ്യം അപരം. ഇങ്ങനെയാണ് വാക്കുകൾ വരിക. അവിടെയും ഭ എന്നുള്ള അക്ഷരം ഭവത് ഭക്തി വരുന്നുണ്ട്. രണ്ട് ഭകാരം. ഭവത് ഭക്തി താവത്, അവിടെ ഭക്തി എന്നുള്ള വിസർഗം സകാരായിട്ട് ഭവത് ഭക്തിസ്താവത്. പിന്നെ പ്ര മുഖ, ഖ അധികരാണ്, പ്രമുഖ. പിന്നെ മധുര, ധു എന്നുള്ളത് ഘോഷാക്ഷരാണ്. ധു ധു ആ തരത്തിലാവില്ല. പ്രമുഖ മധുര. പിന്നെ തുവദ്ഗുണരസാത് എന്നാണ്. തുവ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. തോ എന്നുള്ള അർത്ഥത്തില് തുവ എന്നുള്ളതിനെ ഉച്ചരിക്കാൻ പാടില്ല. ത്വദ്ഗുണരസാത് എന്ന് ചിലപ്പോൾ നമ്മളുടെ മടി കൊണ്ടൊക്കെ അങ്ങനെ ചെല്ലിന്ന് വരും. ത്വദ്ഗുണരസാത് അത് തെറ്റാണ്. തുവ തുവ തുവത് ഗുണരസാത്, തുവദ്ഗുണരസാത് അങ്ങനെ തന്നെ ചെല്ലണം. കിം അപി, കിമപി ആരൂഢ, കിമപി ആരൂഢ, കിമപ്യാരൂഢ. അവിടെ ഢ എന്നുള്ളത് ഘോഷാക്ഷരം. കിമപ്യാരൂഢ. പിന്നെ ചേത് അഖില, ചേദഖില. ഹി എന്നുള്ളത് അധികരം. ചേദഖില പരിതാപ പ്രശമനി. പ്ര പരിതാപ പ്ര എന്ന് പോരാ, പരിതാപ പ്രശമനി. പിന്നെ പുനഃ ച അന്തേ, പുനശ്ചാന്തേ. പുനശ്ചാന്തേ എന്ന് പോരാ, പുനശ്ചാന്തേ സ്വാന്തേ. പിന്നെ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം. അവിടെയുള്ള വാക്കുകളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അദ്വൈതം, ആനന്ദാദ്വൈതം, മഹാനന്ദാദ്വൈതം, ഇളൻ മഹാനന്ദാദ്വൈതം, ഉദയമിളൻ മഹാനന്ദാദ്വൈതം, ബോധോദയമിളൻ മഹാനന്ദാദ്വൈതം, പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം, വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം. ഇങ്ങനെയാണ് പദങ്ങൾ വരിക. അപ്പൊ വിമലം, പരിബോധ, ഉദയ, പരിബോധോദയ മിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിം അത, കിം അത. പ്രാർത്ഥ്യം, അവിടെ പ്രാർത്ഥ്യം, തീർത്ഥ് അവിടെ ഥകാരം അധികരാണ്. പ്രാർത്ഥ്യം അപരം, പ്രാർത്ഥ്യമപരം. ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുര. ത്വദ്ഗുണരസാത് ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുര. ത്വദ്ഗുണരസാത് ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുര. ത്വദ്ഗുണരസാത് കിമപ്യാരൂഢ. ചേദഖില പരിതാപ പ്രശമനി.
ഹലോ, കേൾക്കാമോ? ഇല്ല, കേൾക്കുന്നില്ല. ഹരിയേട്ടനെ മിസ്സായും തോന്നുന്നു. ജോയിൻ ചെയ്യുമായിരിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഹരിയേട്ടാ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ കേൾക്കാം. കിമപ്യാരൂഢാ ചേദഖില പരിതാപ പ്രശമനീ കിമപ്യാരൂഢാ ചേദഖില പരിതാപ പ്രശമനീ ഭവദ്ഭക്തിസ്താവത് പ്രമുഖമധുരാത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേദഖില പരിതാപ പ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ പുനശ്ചാന്തേ സ്വാന്തേ വിമലപരിബോധോദയമിളന്മഹാനന്ദാദ്വൈതം വിമലപരിബോധോദയമിളന്മഹാനന്ദാദ്വൈതം പുനശ്ചാന്തേ സ്വാന്തേ വിമലപരിബോധോദയമിളന്മഹാനന്ദാദ്വൈതം ദിശതി കിമതഃ പ്രാർത്ഥ്യമപരം ദിശതി കിമതഃ പ്രാർത്ഥ്യമപരം ദിശതി കിമതഃ പ്രാർത്ഥ്യമപരം പുനശ്ചാന്തേ സ്വാന്തേ വിമലപരിബോധോദയമിളന്മഹാനന്ദാദ്വൈതം ദിശതി കിമതഃ പ്രാർത്ഥ്യമപരം അപ്പൊ ഇതിന്റെ അർത്ഥം ഒന്ന് നോക്കാം. ഇനിയിപ്പോ ഈ ഭഗവാനോടുള്ള ഈ ഭക്തി, അത് നമ്മൾ പറഞ്ഞു, ഭക്തി ഇങ്ങനെ വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും ഒക്കെ ജയിക്കാനുള്ള അത്രയും ശക്തി ഉണ്ടാവും.
എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഭക്തിയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഒന്നുകൂടി വേറൊരു തരത്തിലുള്ള പറയുകയാണ്. അങ്ങയോടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതാണ്? ഭവത് ഭക്തി എന്ന് പറയുന്നത്, ഭവത് ഭക്തി എന്ന് പറഞ്ഞാല് ഭവാനോടുള്ള ഭക്തി, ഭഗവാനോടുള്ള, ഭവാൻ എന്ന് പറഞ്ഞാൽ അങ്ങയോടുള്ള ഭക്തി, അതായത് ഭഗവാനോടുള്ള ഭക്തി അല്ലേ. ആ ഭവത് ഭക്തി എന്ന് പറയുന്നത് താവത് ഇപ്പോൾ ത്വദ്ഗുണരസാത് പ്രമുഖ മധുര. ത്വദ്ഗുണരസാത്, ത്വദ്ഗുണം, അത് അങ്ങയുടേതായ ആ ഗുണം ഒക്കെ ഉള്ളത് കൊണ്ട്, ആ ഭഗവാനോടുള്ള ഭക്തി എന്ന് പറയുന്നത്, ഭഗവാൻ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ, ഭഗവാൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ത്വദ്ഗുണരസാത്, ഭഗവാന്റെ ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പ്രമുഖ മധുര, പ്രമുഖ മധുര, പ്രമുഖം മധുരം. മുഖം എന്ന് പറഞ്ഞാല് ആദ്യം തന്നെ കാണുന്നതിനാണ് മുഖം എന്ന് പറയാം. ഇപ്പൊ പ്രമുഖം, ആദ്യം തന്നെ മധുരമാണ്. ആ ഭഗവാനോടുള്ള ഭക്തി എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ മധുരമാണ്. തുടക്കം തന്നെ ആ ഭക്തി എന്ന് പറയുന്നത് മധുരത്തോട് കൂടിയിട്ടുള്ളതാണ്. ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുര. അതിന്റെ കാരണമാണ് പറഞ്ഞത് ത്വദ്ഗുണരസാത്. ഭവത് ഭക്തി എന്നുള്ളത് ത്വദ്ഗുണരസാത് പ്രമുഖ മധുര, അങ്ങയുടെ ഗുണരസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് തുടക്കം തന്നെ വളരെയധികം മധുരമായിട്ടുള്ളതാണ്. കിമപി ആരൂഢാചേത്, കിമപി ആരൂഢാചേത്. ഇനി അത് കുറച്ച് കൂടുതലായി എന്ന് വിചാരിക്കാം. തുടക്കം മധുര എന്ന് പറഞ്ഞു, ഇനി കിമപി ആരൂഢാചേത്, അതങ്ങനെ ആരൂഢം ആയി കയറി വരികയാണ്. ആ ഭക്തി അങ്ങനെ കൂടിക്കൂടി വരികയാണ് എങ്കിൽ, ആരൂഢാചേത്, ആരൂഢയായിട്ട് ഭവിക്കുന്നു എങ്കിൽ എന്താ പിന്നെ ഉണ്ടാവുന്ന ഗുണം? അഖില പരിതാപ പ്രശമനീ. അങ്ങനെ വർദ്ധിച്ചു വന്നാൽ അഖില പരിതാപ പ്രശമനിയാണ്. അഖിലം എന്ന് പറഞ്ഞാൽ എല്ലാ പരിതാപങ്ങൾ, താപം, ദുഃഖം, എല്ലാ ദുഃഖങ്ങളെയും പരിതാപങ്ങളെയും പ്രശമനി, പ്രശമിപ്പിക്കുന്നതാണ്, ശമിപ്പിക്കുന്നതാണ്, ഇല്ലാണ്ടാക്കുന്നതാണ്. അപ്പൊ അത് തുടക്കം മധുരമാണ്. ഇനി അത് കൂടി വന്നാൽ എന്തുണ്ടാ? അതിന്റെ ഗുണം എന്താണ്? നമ്മുടെ ദുഃഖങ്ങളും കൂടി തീരും. തുടക്കം മധുരാണ്, അതിങ്ങനെ കൂടിക്കൂടി വന്നു കഴിഞ്ഞാല് നമുക്ക് നിലവിലുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കൂടി അങ്ങനെ ഇതിനെ കൊണ്ടങ്ങ് തീരും. നമ്മളിപ്പോ ഒരു കയ്പുള്ള എന്തെങ്കിലും ഒന്ന് വായില് ഉണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ടൊരു മധുരമുള്ള ഒരു സാധനം കടിച്ചു. ആ കടിക്കുന്ന സമയത്ത് തുടക്കം തന്നെ ആ കടിക്കുമ്പോൾ നല്ല സുഖമാണല്ലോ. അപ്പൊ അത് കുറച്ചുകൂടി കൂടുതൽ കടിക്കുന്നതിനനുസരിച്ച് ആ നമ്മുടെ ഉള്ളില് ആദ്യം ഉള്ളതായ കയ്പ് രസം കുറേശ്ശെയായിട്ട് ഇല്ലാണ്ടാവും എന്നതുപോലെ എന്നർത്ഥം. കിമപ്യാരൂഢാചേത് അഖില പരിതാപ പ്രശമനീ. പുനശ്ചാന്തേ സ്വാന്തേ, പുനഃ അന്തേച സ്വാന്തേ, പുനഃ അന്തേ, പിന്നെ അവസാനമായാൽ, അവസാനം, പുനഃ അന്തേ, പിന്നെ അവസാനമാകുമ്പോഴ് സ്വാന്തേ, സ്വ അന്തേ, തൻ്റെ അന്തത്തിൽ, തൻ്റെ ഉള്ളിൽ. ഇത് ഇങ്ങനെ വർദ്ധിച്ചു വരും. അതിന്റെ അവസാനമാവുന്ന സമയത്ത് സ്വ അന്തേ, തൻ്റെ അന്തത്തിൽ, തൻ്റെ ഉള്ളിൽ എന്തുണ്ടാക്കും? വിമലമായിരിക്കുന്ന, വിമലം എന്ന് പറഞ്ഞാൽ നല്ല മലം ഒന്നുമില്ലാത്ത എന്ന് പറയുമ്പോൾ വിമലമായത് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞത്, വിമല. പരിബോധം, പരിബോധം എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഒക്കെയാണ്. ആ അറിവിന്റെ ജ്ഞാനോദയം, ജ്ഞാനം ഉദിക്കുക, ആ പരിബോധം, ബോധം ഉണ്ടാവുക, ആ ബോധം ഉദിക്കും. ആ ഉദിക്കുന്നതോട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഇളത്ത് മഹാനന്ദാദ്വൈതം, അതിനോട് ചേർന്നിട്ട് വരുന്ന, ഇളത്ത് ആയിട്ട് വരുന്ന, ചേർന്ന് വരുന്നതായിട്ടുള്ള മഹാനന്ദം എന്ന അദ്വൈതം, മഹാനന്ദത്തിന്റെ അദ്വൈതം,
മഹാനന്ദം വേറെ, ഞാൻ വേറെയല്ല. ആ മഹാനന്ദവുമായിട്ടങ്ങ് ചേരുകയാണ്. മഹാനന്ദവുമായിട്ടുള്ള ഐക്യത്തെ ദിശതി നമുക്ക് തരുന്നു. ആ മഹാനന്ദവുമായിട്ട് നമുക്കങ്ങ് ചേരാൻ സാധിക്കുന്നു. അത അപരം കിം പ്രാർത്ഥ്യം, അത അപരം ഇതിനപ്പുറത്ത് കിം പ്രാർത്ഥ്യം, ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഇതിനപ്പുറത്തേക്ക് പ്രാർത്ഥിക്കാനൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സുഖം, ദുഃഖങ്ങൾ ഇല്ലാണ്ടാവുക, അവസാനം മോക്ഷം കിട്ടും. ഇതില് അപ്പുറത്ത് സുഖം ഉണ്ടാവണം, ദുഃഖം ഇല്ലാണ്ടാവണം, അവസാനം മോക്ഷവും കിട്ടണം. ഇതിലപ്പുറത്ത് ആർക്കും ഒന്നും ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. ഇത് മൂന്നും ഭക്തി കൊണ്ട് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഭക്തിയെ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ രോഗങ്ങളെ മുഴുവൻ മാറ്റിത്തരാനുള്ള കഴിവ് ആ ഭക്തിക്കുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഭക്തി, ഈ മേൽപ്പത്തൂരിന്റെ ഭക്തി എന്ന് പറയുന്നത് അങ്ങനെ ഉറച്ച് വരികയാണ്. അതാണ് ഇതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാവാൻ നമുക്ക് സാധിക്കുന്നത്. ഭവദ്ഭക്തിസ്താവത് പ്രമുഖ മധുരാ ത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേദഖില പരിതാപ പ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമതഃ പ്രാർത്ഥ്യമപരം. ഇനി അടുത്ത ഒരു ശ്ലോകം നമുക്ക് നോക്കാം. 7ാമത്തെ ശ്ലോകം. വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവത്ക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനമഥ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. പദങ്ങൾ മുറിക്കുമ്പോൾ വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവത്ക്ഷേത്രപ്രാപ്തൗ കരം അപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനം അഥ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണം അപി തേ ചാരുചരിതേ. ഇങ്ങനെയാണ് പദങ്ങൾ മുറിക്കുമ്പോൾ. അപ്പൊ നമുക്കൊന്ന് പഠിക്കാം. വിധൂയ, ധൂ എന്നുള്ളത് ഘോഷാക്ഷരം. വിധൂയ ക്ലേശാൻ മേ കുരു, വിധൂയ ക്ലേശാൻ മേ കുരു വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ചരണയുഗ്മം ധൃതരസം വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവത് ക്ഷേത്ര ഭവത് ക്ഷേത്രപ്രാപ്തൗ ഭവത് ക്ഷേത്രപ്രാപ്തൗ ഭവത് ക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ കരമപി ച തേ പൂജനവിധൗ കരമപി ച തേ പൂജനവിധൗ
ഭവക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ. ഭവന്മൂർത്തിയാലോകേ നയനം. ഭവന്മൂർത്തിയാലോകേ നയനം. അഥ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം. ഭവന്മൂർത്തിയാലോകേ നയനം അഥ. നയനം അഥ നയനമഥ. ഭവന്മൂർത്തിയാലോകേ നയനമഥ തേ. ഭവന്മൂർത്തിയാലോകേ നയനമഥ തേ. പാദതുളസീ പരിഘ്രാണേ ഘ്രാണം. പാദതുളസീ പരിഘ്രാണേ ഘ്രാണം. പാദതുളസീ പരിഘ്രാണേ ഘ്രാണം. ശ്രവണമപി തേ ചാരുചരിതേ. ശ്രവണമപി തേ ചാരുചരിതേ. ശ്രവണമപി തേ ചാരുചരിതേ. വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം. ഭവത്ക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ. ഭവന്മൂർത്തിയാലോകേ നയനമഥ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം. ശ്രവണമപി തേ ചാരുചരിതേ. അപ്പോ ഓരോരോ അവയവങ്ങളും എന്തിനൊക്കെ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ക്ലേശാൻ വിധൂയ, എന്റെ ക്ലേശങ്ങളെയൊക്കെ വിധൂയ ഇല്ലാതെയാക്കിയിട്ട്, രോഗങ്ങളൊക്കെ മാറ്റിയിട്ട്, മേ ചരണയുഗ്മം. മേ ചരണ, എന്റെ ചരണയുഗ്മം, എന്റെ രണ്ട് കാലുകള്, എന്റെ രണ്ട് കാലിനും എന്ത് വേണം? ഭവത്ക്ഷേത്രപ്രാപ്തൗ. ഭവത്ക്ഷേത്രപ്രാപ്തൗ, അങ്ങയുടെ ക്ഷേത്രത്തിലേക്ക് പ്രാപ്തിക്ക് എത്താൻ കഴിയണം. അപ്പൊ എന്റെ രോഗങ്ങളൊക്കെ മാറ്റിയിട്ട് എന്റെ രണ്ട് കാലിനും അങ്ങയുടെ ക്ഷേത്രത്തിലെത്താൻ സാധിക്കണം. പിന്നെയോ, ഇപ്പൊ കാലുകള് ഭഗവാന്റെ ക്ഷേത്രത്തിലെത്താനുള്ളതാണ്. അതിന് എനിക്ക് സാധിക്കണം. കരം തേ പൂജനവിധൗ അപിച്ച. പിന്നെ കരം, എന്റെ കൈ, അത് തേ പൂജനവിധൗ, അങ്ങയെ പൂജിക്കാനുള്ളതാണ്, പൂജ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപിച്ച, പിന്നെയോ നയനം ഭവന്മൂർത്തിയാലോകേ. നയനം, കണ്ണ് എന്തിനുള്ളതാണ്? ഭവന്മൂർത്തിയാലോകേ, ഭവാനാകുന്ന ആ മൂർത്തിയെ, ഭവാനാകുന്ന ആ മൂർത്തിയെ, ആലോകയെ നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ഭഗവാന്റെ ശരീരം മുഴുവൻ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഭവന്മൂർത്തിയാലോകേ. പിന്നെയോ അഥ ഘ്രാണം തേ പാദതുളസീ പരിഘ്രാണേ. ഇനി ഘ്രാണം മൂക്ക് എന്തിനുള്ളതാണ്? തേ പാദതുളസീ പരിഘ്രാണേ, ഭഗവാന്റെ പാദത്തില് ഉള്ളതായ തുളസി,
ആ തുളസിയെ പരിഘ്രാണം ചെയ്യാൻ, ആ തുളസിയുടെ ആ ഗന്ധത്തെ മനസ്സിലാക്കാൻ, അറിയാൻ, നുകരാൻ, അതിനു വേണ്ടിയിട്ടുള്ളതാണ് മൂക്ക്. ശ്രവണം തേ ചാരുചരിതേ അപി. ശ്രവണം, ചെവികളോ, അത് ചെവി എന്ന് പറയുന്നത് അങ്ങയുടെ ചാരുവായിട്ടുള്ള ചരിതം, ചാരു, വളരെ ഭംഗി ആയിട്ടുള്ള ആ ചരിതത്തെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ധൃതരസം കുരു, അതിനൊക്കെ പാകത്തിനുള്ള രസത്തെ ഉണ്ടാക്കിത്തരണേ, ഉത്സാഹത്തെ ഉണ്ടാക്കിത്തരണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ഈ രോഗങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കാലുകള് ഭഗവാനെ കാണാൻ വരും, കൈകള് ഭഗവാനെ പൂജിക്കാനുണ്ടാവും, അതുപോലെ കണ്ണുകൊണ്ട് ഭഗവാനെ കാണാൻ പറ്റണം, പിന്നെ ഘ്രാണം കൊണ്ട് അങ്ങയുടെ പാദത്തിലുള്ളതായ തുളസിയെ ഘ്രാണിക്കാൻ സാധിക്കണം, പിന്നെ ശ്രവണം കൊണ്ട് അങ്ങയുടെ ചരിത്രത്തെ, മനോഹരമായിട്ടുള്ള ആ ചരിത്രത്തെ ഒക്കെ കേൾക്കാൻ സാധിക്കണം. അതിനൊക്കെയുള്ളതായ ഉത്സാഹത്തെയൊക്കെ എനിക്ക് ഉണ്ടാക്കിത്തരണേ എന്ന് പ്രാർത്ഥനയാണ്. ഇതൊക്കെ ഓരോരോ ഇന്ദ്രിയങ്ങളാണ്. കയ്യ്, കാല്, കണ്ണ്, മൂക്ക് എന്നുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇതൊക്കെ ഭഗവാന്റെ നേരെ ആക്കി മാറ്റിത്തരണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈ കൈ കൊണ്ട്, കാലുകൊണ്ട് പല പല കാര്യങ്ങളും ചെയ്യാം. അതൊക്കെ ആ ഭഗവാന്റെ നേരെ ആക്കിയിട്ട് മാറ്റണേ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് ഇത്. വാക്ക്, ഇതൊക്കെ ഭഗവാനുമായിട്ട് താല്പര്യം ഉണ്ടാക്കി തരണം പ്രാർത്ഥന. ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഈ ഒരു ശ്ലോകം നോക്കാം. വിധൂയ ക്ലേശാന്മേ കുരുചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്ര പ്രാപ്തൗ കരമപി ച തേ പൂജന വിധൗ ഭവന്മൂർത്യാലോകേ നയനമഥതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. ഇനി 8ാമത്തെ ശ്ലോകം നോക്കാം. പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃദി തുവദീയം തദ്രൂപം പരമരസ ചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാ പരിഭവാൻ. അപ്പോ പദങ്ങൾ മുറിക്കുമ്പോ പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃദി തുവദീയം തദ്രൂപം പരമരസ ചിദ്രൂപം ഉദിയാത് ഉദഞ്ചദ്രോമാഞ്ച ഗളിത ബഹുഹർഷാശ്രുനിവഹ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാപരിഭവാൻ എന്നാണ് വരിക. അപ്പോഴ് ചൊല്ലി നോക്കാം. പ്രഭൂത, പ്രഭൂത ആധി, പ്രഭൂത ആധി, പ്രഭൂതാധി വ്യാധി, പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃദി. മാമകഹൃദി പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം. ത്വദീയം തദ്രൂപം
പരമസുഖ ചിദ്രൂപമുദിയാത് പരമസുഖ ചിദ്രൂപമുദിയാത് ത്വദീയം തദ്രൂപം പരമസുഖ ചിദ്രൂപമുദിയാത് ത്വദീയം തദ്രൂപം പരമസുഖ ചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ച ഉദഞ്ചത് രോമാഞ്ച ആണ് ഉദഞ്ചദ്രോമാഞ്ച അവിടെ ദ്രോന്നായി പോകരുത് കേട്ടോ ഉദഞ്ചദ്രോന്നേ ആവാൻ പാടുള്ളൂ ഉദഞ്ചദ്രോമാഞ്ച അത് രോമാഞ്ചോ എന്നാവുകയാണ് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹരിഷാശ്രുനിവഹോ ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹരിഷാശ്രുനിവഹോ ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹരിഷാശ്രുനിവഹോ യഥാ ഥാ അധികരാണ് യഥാ വിസ്മര്യാസം യഥാ വിസ്മര്യാസം ദുരുപശമപീഡാപരിഭവാൻ ദുരുപശമപീഡാപരിഭവാൻ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാപരിഭവാൻ ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാപരിഭവാൻ പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമസുഖചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാപരിഭവാൻ നമുക്കിതിന്റെ അർത്ഥം നോക്കാം. പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃതി. മാമകഹൃതി എന്റെ ഹൃദയത്തിൽ. മാമകം എന്ന് പറഞ്ഞാൽ എന്റേതായ ഹൃദയത്തിൽ, എന്റെ ഹൃദയത്തിൽ. അതെങ്ങനെയാണ്? ആ ഹൃദയം എങ്ങനെയുള്ളതാണ്? പ്രഭൂത ആധി വ്യാധി പ്രസഭചലിതേ. ഇപ്പൊ ചലിതമാണ്, ചലിതമായിരിക്കുന്ന ഹൃദയമാണ്. ഇളകി മറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് ഹൃദയം. എന്തുകൊണ്ടാണ് ഇളകിയത്? പ്രസഭചലിതേ, വ്യാധികളെ കൊണ്ടും ആധികളെ കൊണ്ടും പ്രഭൂതമായിരിക്കുന്ന ആധി വ്യാധി. പ്രഭൂതം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വരുന്നതായ,
വളരെയധികം കൂടിയ പ്രഭൂതമായിരിക്കുന്ന പ്രഭൂതം എനിക്കുണ്ടായതായ ആധി എന്ന് പറഞ്ഞാൽ ആധിയും വ്യാധിയും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എനിക്കുണ്ടാവുന്ന രോഗം, എനിക്ക് രോഗമുണ്ടല്ലോ എന്നുള്ള മാനസികമായിട്ട് വരുന്ന അതിനെ ആധി എന്നും പറയും. അപ്പോൾ ധാരാളമായിട്ടുള്ള ആധികള്, എനിക്കുണ്ടായതായ ആധി എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഉണ്ടാവുന്നതാണ്. മനസ്സിലുണ്ടായതായ ആധി, അതുപോലെ വ്യാധി, ശരീരത്തിനുണ്ടായതായ വ്യാധി, രോഗം, ഇതുകൊണ്ടൊക്കെ പ്രസഭമായിട്ട് ചലിക്കുന്ന, വല്ലാതെ വളരെയധികമായിട്ട് ഇളകി മറഞ്ഞു എൻ്റെ മനസ്സ്. അങ്ങനെയൊക്കെയുള്ളതായ എൻ്റെ ഹൃദയത്തിൽ പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃതി, അങ്ങനെയുള്ള എൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടാവണം? പരമരസചിദ്രൂപം ത്വദീയം തദ്രൂപം ഉദിയാത്. പരമരസചിദ്രൂപമായിരിക്കുന്ന പരമരസം, പരമം എന്ന് പറഞ്ഞാൽ ഏറ്റവും അങ്ങേയറ്റത്തെ, പരമരസം അങ്ങേയറ്റത്തെ രസമായിരിക്കുന്ന ചിദ്രൂപം, ചിത്ത് ചൈതന്യം, ചൈതന്യമാകുന്ന രൂപം, ചിത്ത് ആകുന്ന രൂപം, അങ്ങയുടേതായ ത്വദീയം തദ്രൂപം, അങ്ങയുടേതായ ആ രൂപം എൻ്റെ മനസ്സിൽ ഉദിക്കണേ. അപ്പൊ ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ധാരാളമായിട്ട് ഒരിക്കലും അവസാനിക്കാത്ത അത്രയും ആനന്ദത്തോടു കൂടിയതാണ്. സാന്ദ്രമായിരിക്കുന്ന ആനന്ദത്തോടു കൂടി അടതിങ്ങിയ ആനന്ദത്തോടു കൂടിയതായിട്ടുള്ള ആ ഭഗവാന്റെ രൂപം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആ രൂപം, ആ വിഗ്രഹം എൻ്റെ മനസ്സിൽ തെളിഞ്ഞ് വിളങ്ങണമേ എന്നുള്ളൊരു പ്രാർത്ഥന, അത് എൻ്റെ മനസ്സിൽ ഉദിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥന. എന്നാലോ അങ്ങനെയൊക്കെ ഉണ്ടായാൽ എന്തുണ്ട്? ഉദഞ്ചദ്രോമാഞ്ച, അങ്ങനെ ഉദിച്ചു വന്നു കഴിഞ്ഞാൽ ഉദഞ്ചദ്രോമാഞ്ച, രോമാഞ്ചമുണ്ടാവും. ഉദഞ്ചത് ഇങ്ങനെ കോൾമയർ കൊണ്ട്, രോമാഞ്ചം കൊണ്ട് കോൾമയർ കൊണ്ട് വരും. ഉദഞ്ചദ്രോമാഞ്ച, ഉദഞ്ചത് ഇങ്ങനെ ഉദിച്ചു വരും രോമാഞ്ചം. ഗളിത ബഹുഹർഷ അശ്രുനിവഹ, ഗളിതമായിരിക്കുന്ന ബഹുഹർഷ അശ്രുനിവഹ. അശ്രുനിവഹം, അശ്രു എന്ന് പറഞ്ഞാൽ കണ്ണുനീര്, അശ്രുനിവഹം അശ്രുപ്രവാഹം. ഹർഷാശ്രുനിവഹം, കണ്ണുനീര് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമുള്ള കണ്ണുനീരല്ല, ഹർഷം കൊണ്ടുള്ള, ഹർഷം സന്തോഷം, ഹർഷം കൊണ്ടുള്ളതായ അശ്രു, ആനന്ദം കൊണ്ടുള്ളതായ, സന്തോഷം കൊണ്ടുള്ളതായ കണ്ണുനീര്, അതിൻ്റെ ഒഴുക്ക്. ബഹുഹർഷം, ധാരാളമായിട്ട് ഉണ്ടാവുന്നതായ സന്തോഷം കൊണ്ട് ഉണ്ടാവുന്ന ആനന്ദ കണ്ണുനീര് എന്നർത്ഥം. അതിങ്ങനെ ഗളിതമായിട്ട് വരികയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ രൂപം ഉദിച്ചു കഴിഞ്ഞാൽ ഈ രോമാഞ്ചമൊക്കെ ഉണ്ടായി, കോൾമയർ കൊണ്ട്, പിന്നെ കണ്ണുനീരൊക്കെ അങ്ങനെ, ആനന്ദ കണ്ണുനീരൊക്കെ ഇങ്ങനെ ഒഴുകി വരും. എന്നിട്ടോ ദുരുപശമപീഡാ പരിഭവാൻ, ദുരുപശമ, ഉപശമ, ശമം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, നമുക്ക് ശമിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതായ പീഡകള്, ആ പീഡാ പരിഭവങ്ങള്, ആ പീഡകളും പരിഭവങ്ങളും, പീഡ അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന സംഭവങ്ങളെയൊക്കെ, അതൊക്കെ ഈ തരത്തിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ, ഭഗവാന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞാൽ രോമാഞ്ചമുണ്ടാവും, ആനന്ദ കണ്ണുനീരുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത, ഒരിക്കലും അടക്കാൻ പറ്റാത്ത ആ രോഗപീഠകളൊക്കെ അതില് എന്തുണ്ടാവും? യഥാവിസ്മര്യാസം, അതൊക്കെ വിസ്മര്യാസം, വിസ്മരണം സംഭവിച്ചു പോകട്ടെ, അതൊക്കെ എന്നോട് മറന്നു പോകട്ടെ. ഈ ആനന്ദ കണ്ണുനീരില്, ആ കോൾമയർ കൊണ്ട് ഭഗവാന്റെ രൂപം കണ്ടിട്ട് ആ
സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് എൻ്റെ ഈ രോഗങ്ങളൊക്കെ ഞാൻ അങ്ങ് മറന്നു പോകട്ടെ എന്ന് പറഞ്ഞാൽ ഭഗവാനെ കാണണം. കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ മറക്കും. അതാണ് എനിക്ക് ആവശ്യം. ഭഗവാനെ കാണുകയാണ് വേണ്ടത്. കണ്ടു കഴിഞ്ഞാൽ ഈ രോഗം മാറിയിട്ടില്ലെങ്കിലും അത് ഞാൻ മറക്കും എന്ന് പറയാണ്. ഭഗവാനെ കാണുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു. പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃതി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാ പരിഭവാൻ. അപ്പോ 4 ശ്ലോകങ്ങളായി. അതിൻ്റെ ഈ 4 ശ്ലോകങ്ങളാണ് നമ്മൾ എടുക്കാൻ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ പറഞ്ഞതായ ആ 4 ശ്ലോകങ്ങളെ 5-ാമത്തെ ശ്ലോകം മുതലുള്ളത് നമുക്കൊന്നുകൂടി ചൊല്ലി നോക്കാം. ഭവദ്ഭക്തിസ്ഫീതാ ഭവതു സൈവ ഭവദ്ഭക്തിസ്ഫീതാ ഭവതു മമ സൈവ പ്രശമയേദശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണികാ ന ചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈഗമവചോ ഭവേൻ മിഥ്യാരഥ്യാ പുരുഷവചന പ്രായമഖിലം. ഭവദ്ഭക്തിസ്താവത് പ്രമുഖമധുരാത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേദഖില പരിതാപ പ്രശമനീ. പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമതഃ പ്രാർത്ഥ്യമപരം. വിധൂയ ക്ലേശാന്മേ കുരുചരണയുഗ്മം ധൃതരസം ഭവത്ക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ. ഭവന്മൂർത്യാലോകേ നയനമഥതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. പ്രബോധാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാ പരിഭവാൻ. അപ്പൊ നമുക്ക് തൽക്കാലം ഇത്രയായിട്ട് നിർത്താം. ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.